ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലോങ് വീഡിയോ വേറൊന്നുമല്ല. അപ്പം ഞങ്ങൾ പഴയ ഹോസ്റ്റലിൽ നിന്ന് പുതിയ ഹോസ്റ്റലിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ഹോസ്റ്റലിലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ റൂമൊക്കെ വന്നുകൊണ്ട് ഭയങ്കര അലമ്പാണ്. അപ്പം ഞങ്ങൾ ഈ റൂം മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്യുക, അതായത് ഒന്നും കൂടി ബെറ്റർ ആക്കാന്ന് കരുതി. കുറച്ച് സാധനങ്ങളുള്ള ആ സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് ബെറ്റർ ആക്കാന്ന്. ഇപ്പൊ എൻ്റെ റൂമായാലും എൻ്റെ കട്ടിലായാലും ഭയങ്കര അലമ്പായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ആഫ്റ്ററും ബിഫോറും എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യും, മുടിയൊക്കെ കെട്ടി വെക്കാം. അതിന് മുന്നേ നമുക്ക് ഈ മൈക്കിന് ഫിറ്റ് ചെയ്യണം. കാരണം ഞാൻ പറയണ ഇടയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കണ്ടേ. സോ ഞാൻ ഇവിടെയാണത് ഫിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കണേ. ഓക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് മുടി അധികം നിരത്തിടാൻ പറ്റത്തില്ല. ഞാൻ ഇതുപോലൊരു റിബൺ എടുത്തിട്ടുണ്ട്. റിബൺ എടുത്തിട്ട് നമുക്ക് ആദ്യം മുടി ഒന്ന് കെട്ടി വെക്കാം. എനിക്ക് മുടി കെട്ടി വെച്ചപ്പോൾ വലിയ മെന തോന്നണില്ല. സാരി, റിബൺ അല്ല, ക്രാബ്. അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലത്തെ റൂം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. റൂം എങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്കല്ല, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അത് വേറെ കാര്യം. ഞാൻ എന്തൊക്കെയാ പറയട്ടെ. ഓക്കെ, വട്ടവർ, അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ. അപ്പം നമുക്ക് എൻ്റെ റൂം നോക്കാം. ഇപ്പം ഈ കാണുന്നതാണ് എൻ്റെ റൂം. ഇതൊരു വലിയൊരു റൂമാണ്. ഈ റൂമിനകത്ത് എനിക്ക് 4 പേർക്കാണ് നടക്കേണ്ടത്. അപ്പം തൽക്കാലത്തിന് ഇതിനകത്ത് 3 പേരാണുള്ളത്. ഞാൻ എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ നമുക്ക് എത്ര ബെറ്റർ ആക്കാൻ പറ്റും അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഞാൻ ആദ്യം ക്യാമറ നോക്കി ഇവിടെ നിന്ന് മാറ്റാം. എനിക്ക് ഇതാണ് ഗൈസ് ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം തുണികളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലത്തിനൊരു അലമാര ഇവിടെ ഉണ്ട്. അതിനകത്ത് കുറച്ച് സ്പേസ് കൂടുതലാണ്. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ജനൽമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കുഞ്ഞിറ്റെടി, പിന്നെ എൻ്റെ ക്രാബ് ഐറ്റംസ് ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മിററാണ്. എനിക്ക് എൻ്റെ മിറർ കാണുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പോർഷൻ വരുന്നത്. ഇതാണ് എൻ്റെ പോർഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇതാണ്, ഈ ലുക്കാണ് നമ്മൾ എന്ത് കാണിക്കണത്, ഒന്ന് മാറ്റാൻ പോണത്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു ഭയങ്കര അലമ്പായി കിടക്കുന്നുണ്ടെന്ന്. സോ അപ്പൊ നമുക്ക് ഈ ഒരു ലുക്കിനെ, ഇങ്ങനെ നിൽക്കുന്ന ഈ ലുക്കിനെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്. ഫോണിനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഫിറ്റ് ചെയ്യാം. നമുക്കൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങണം. ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നേ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. എന്നാലും മാറ്റാം നമുക്ക്. ഹലോ ഗൈസ്, ഇപ്പം എന്നെ കാണുന്നുണ്ട് തോന്നുന്നു. ഹായ്, ഇപ്പം എന്നെ കണ്ട തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫോൺ വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജനൽമയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളെ തുണികളൊക്കെ മടക്കി വെക്കാം. ഇതെവിടുന്ന് തുടങ്ങും? ഓ മൈ ഗോഡ്, തുണിയൊക്കെ. ഇതെന്റെ ക്രോപ്പ് ടോപ്പാ. അയ്യോ, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ഞാൻ വാങ്ങിയതാ. പ്രൊഫഷണലായിട്ട് മട്ടം തരാം. കുറച്ച് പറ്റും. നമ്മൾ തുണി മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതിന് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ ജനലിൻ്റെ അടുത്തേക്ക് ഒന്ന് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാം. ബെഡ്ഷീറ്റ് ഒരു പഞ്ചിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റാം. പില്ലോ വേണ്ട. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതൊക്കെ എടുത്തിട്ട് അതാത് സ്ഥലത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എനിക്കൊരു ബാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ എത്തിക്കാണ് മാറ്റാൻ പോണേ. ആദ്യം നമുക്ക് ഈ വൈറ്റ് കളർ ഡ്രസ്സ് തന്നെയില്ലേ, അതൊക്കെ നമുക്ക് ഒരു കവർക്ക് ആക്കാം.
കാരണം വൈറ്റ് എല്ലാത്തിലും ഇട്ടാൽ അഴുക്കാവും, പെട്ടെന്ന് അഴുക്കാവുന്നതാണ്. ഇനി ഞാൻ വൈറ്റ് ഒക്കെ ഒരു കവർക്ക് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മടക്കി വെച്ചതൊക്കെ ഇപ്പൊ ഇതിനകത്തേക്ക് എടുത്തിട്ടാം. ഇത് നമുക്ക് വീട്ടിലിടണേ, സോറി, ഇത് 2ഉം 3ഉം വീട്ടിലിടണാണ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഇതിനകത്ത് വെക്കാം, ഇത് വീട്ടിലിടുന്നതാണ്. സോ ഇതും വെക്കാം. ഇനി ഇത് ഞാൻ ന്യൂ ഇയറിന് എടുത്ത ടോപ്പാണ്, പക്ഷെ ഞാൻ ഒരു വട്ടം തൊട്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ടൈറ്റാണ് കേട്ടോ, ഭയങ്കര ടൈറ്റായിപ്പോയി. വണ്ണം വെച്ചിട്ടാ തോന്നുന്നുണ്ട്, പക്ഷെ കാണുമ്പോൾ അത്ര വണ്ണം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് പാക്ക് ചെയ്തിട്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ ഞാൻ കയറ്റി വെച്ചു. ഇനി ഇതാണ്, ഇതെനിക്ക് നമുക്കിപ്പോൾ ഇവിടെ തൂക്കാന്ന് വെച്ചാല് ഇവിടെ സ്പേസ് ഇല്ലത് തൂക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ യേശുവിൻ്റെ അവിടെ ഇത് തൂക്കിയിടാന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് അവിടെ എത്തത്തില്ല. അപ്പോൾ നമുക്ക് പകരം എൻ്റെ അടുത്ത് ലുക്ക് ഒക്കെ മാറ്റല്ലതാണ്, 2 കൊന്തയുണ്ട്. കൊന്ത ഒതുങ്ങി നിൽക്കുന്നില്ല പേസ്. അപ്പോൾ മൈൻഡിൽ പ്ലാൻ ചെയ്തേക്കാന്ന് വെച്ചാൽ, മൈൻഡിലല്ല, എനിക്കൊന്ന് റെഡിയാക്കി. ഈ കൊന്ത ഉണ്ടോ, ഈ കൊന്ത ഞാൻ ഇവിടെ തൂക്കാനാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൊന്ത അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂവ് കാണാൻ രസമുണ്ട്, പക്ഷെ അത് അവിടെ എത്തത്തില്ല. ഞാൻ വിചാരിച്ചു തൽക്കാലം അത് ജനലിൽ ഇരുന്നോട്ടെ, എവിടെ വേണ്ട അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഇത്രയും സാധനങ്ങളോട് നമുക്ക് മാറ്റാമല്ലേ അത്, ഇത്രയും സാധനങ്ങൾ. അപ്പം ഞാൻ ഇനി ഇതെടുത്തിട്ട് എനിക്ക് ഇവിടെ തന്നെ വെക്കാം, കാരണം അയ്യോ ഡ്രസ്സൊക്കെ പോയി. ഇതിനകത്ത് തന്നെ ഇടാന്ന് വെച്ചു ഈ വൈറ്റ് സാധനം. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് എനിക്കിപ്പോൾ ഉപകാരമായി ഈ സാധനം. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളും മാറ്റിയാൽ മതി. അപ്പം ഇതെടുത്തിട്ട് നമുക്ക്, അതാണ് ഞങ്ങൾ അലമാര വരുന്നത്, ഓരോരുത്തർക്കും ഒരു റാക്ക് ആയതുകൊണ്ട് ഞാൻ ഈ റാക്കിനകത്ത് അത് വെച്ചു. സോ നമുക്കിത് ലോക്ക് ചെയ്യാം. എന്താ ഇത് ലോക്ക് ചെയ്യാൻ പറ്റാത്ത, അതെന്ത് ലോക്ക് ചെയ്യാം. അടുത്തത് ഇനി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാറ്റേണ്ടത്. ഞാൻ വിചാരിച്ചു ഈ ടെഡി 2 എടുക്കാം, തൽക്കാലത്തിന് നമുക്ക് ഇവിടെ വെക്കാം, ഇവരെ എടുക്കാം. ഇനിയിപ്പോൾ ഇത് പുതപ്പെടുക്കാം. വേനലായതുകൊണ്ട് നമ്മൾ ആരും എടുക്കാറില്ല, പക്ഷെ എനിക്ക് പുതപ്പില്ലാതെ ഉറങ്ങാനും പറ്റൂല. ഇനി ഞാൻ ആകെ ഇത്ര സാധനങ്ങളുള്ളൂ. ഇത് നമുക്ക് ചടപടാ ശരിയാക്കാം. അപ്പോൾ ഇത് മാറ്റാം, ഇത് മാറ്റി ഇവിടെ വെക്കാം. അടുത്ത് വരുന്നത് ഇനി ഇത്രയും സാധനങ്ങളുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പം ഞാനൊരു കുഞ്ഞു സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടത് അവിടെ പഴയ ഹോസ്റ്റലായപ്പോൾ നട്ടതാണ്. അപ്പോൾ അവൻ്റെ അവിടെ വെച്ച് വരാൻ തോന്നില്ല, അപ്പം ഞാൻ കൂടെ കൊണ്ടുവന്നു. അതുപോലെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരെയും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2
ഒരെണ്ണം ആ മുക്കിലും ഈ മുക്കിലും വെക്കാനാണ് മൈൻഡിൽ. അപ്പം നമ്മളെ റൂം ഇത് അത്രയേ ഉള്ളൂ, സെറ്റ് ആയിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മൾ മൊത്തം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ റൂം ഞാൻ കുറച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാനിത് ഇന്ന് നൈറ്റ് ഞാൻ ഇത് അലമ്പാക്കും. ഇങ്ങനെ ഒതുങ്ങി വെച്ച് കണ്ടാലും പിന്നെ അലമ്പാക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഞാൻ കളയും. അപ്പോൾ ഇത്രയോ ഈ വീഡിയോ എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ അങ്ങനെ കൊടുക്കാണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.